സാത്താൻ്റെ വലിയ തന്ത്രങ്ങളിൽപ്പെട്ടതാണത്. ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വിഴുങ്ങുകയല്ല. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. നാട്ടിൽ പാമ്പ് തവളെ വിഴുങ്ങും. പാമ്പിന് വായിലിരുന്നുകൊണ്ട് തവള ഇങ്ങനെ ഏണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇരിക്കുന്നത് എവിടെയാ? പാമ്പിന് വായില. ഇതുപോലെ പല പല കുടുംബങ്ങളും വായില. രക്തത്താൽ ജയം ഇടയ്ക്ക് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുക. പല കുടുംബങ്ങളെയും തലമുറകളെയും വിഴുങ്ങിക്കളഞ്ഞിരിക്കുക. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നമ്മൾ വാവിട്ട് കരയേണ്ട സമയമാണിത്. വിഴുങ്ങിക്കളഞ്ഞിരിക്കുക. സ്വതന്ത്രം. പിശാചൻ ആ ഒരു ലക്ഷ്യമേ ഉള്ളെന്ന്. ആരെ വിഴുങ്ങണം എന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. ഇനി 9 വാക്യം നോക്കി. കേട്ടോ, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ. വക കഷ്ടപ്പാടുകൾ? പിശാചിനാൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ. അപ്പം നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയുടെ പുറകിലും ആരുണ്ട്? പിശാചുണ്ട്. നമ്മളെ ടെൻഷൻ പിടിപ്പിക്കുക, നമ്മളെ അസ്വസ്ഥരാക്കുക. ഇതിൻ്റെയൊക്കെ പുറകിൽ പിശാചിൻ്റെ കൈയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽക്കുവീൻ. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽക്കുവീൻ. എതിർത്തു നിന്നാൽ എന്ത് സംഭവിക്കും? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 3 സ്റ്റെപ്പാണ് അവിടെ. വാക്യങ്ങൾ നമുക്കറിയാവുന്നതാ, പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ. നമ്പർ 1 ദൈവത്തിന് കീഴടങ്ങുക. നമ്പർ 2 പിശാചിനോട് എതിർത്ത് നിൽക്കുക. നമ്പർ 3 പിശാച് ഓടുന്ന കാണുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിശാച് ഓടും, കാരണം നാണമില്ലല്ലോ. പക്ഷെ ഓടിയെന്ന് ഓർത്ത് ഓടി അടവക്കടി ചാടുകയൊന്നുമില്ല, വീണ്ടും വരും. ആരുടെ മുമ്പിൽ അവൻ ഓടും? എതിർത്ത് നിൽക്കുന്നവന്റെ മുമ്പിൽ ഓടും. ആർക്ക് എതിർത്ത് നിൽക്കാൻ പറ്റും? ദൈവത്തിന് കീഴടങ്ങിയവർക്ക് മാത്രം. വളരെ മനോഹരമായ വചനമാണത്. ദൈവത്തിന് കീഴടങ്ങാതെ പിശാചിനോട് എതിർക്കരുത്. എതിർത്താൽ വിവരറി. ദൈവത്തിന് കീഴടങ്ങിയാൽ പിശാചിന് കീഴടങ്ങേണ്ടി വരില്ല. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങുക. ദൈവത്തിന് കീഴടങ്ങുക. സറണ്ടർ, സമർപ്പണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അത് പൂർണ്ണമായും വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ പിശാചിനോട് എതിർക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക, പിശാച് ഓടുന്ന കാണുക. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നു, പലരുടെയും ജീവിതത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തി പിശാച് ഓടുന്ന ആഴ്ചയാണ് ഈ ആഴ്ച. പിശാച് തിരിഞ്ഞു ഓടുന്ന ആഴ്ചയാണ് ഈ ആഴ്ച. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കും. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങിടുമെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് അതേ കഷ്ടപ്പാടുകൾ തികഞ്ഞു വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ.
ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് നാം പോകുമ്പോൾ ഈ വിലയേറിയ സത്യത്തിനകത്ത് നമ്മുടെ ഹൃദയം ഇറങ്ങിച്ചെന്നിട്ട് നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി സ്തോത്രത്തോടെ സ്തുതിയോടെ വചനത്തിൽ ഉറച്ച് ആരാധനയോടുകൂടെ പിശാചിനോട് എതിർത്ത് നിന്നാൽ ഈ ദിനങ്ങളിൽ നിന്റെ കുടുംബത്തിനെതിരെയുള്ള അലർച്ച നിൽക്കും. പിശാചിന്റെ അലർച്ച നിൽക്കും. അവൻ ഓടും. സ്തോത്രം. അവൻ ഓടുന്ന ദിനങ്ങൾ ഇനി ദൂരമില്ല, ഇനി അധികം അകലമില്ല. അവൻ ഓടുന്ന ദിനങ്ങൾ ഇനി അധികം അകലമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുക, അത് സംഭവിക്കാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. പത്രോസ് ഈ കാര്യം ഇത്ര ഗൗരവത്തോടെ പറയാനൊരു കാരണമുണ്ട്. പത്രോസിനെ പിശാച് ഇതുപോലെ ഒന്ന് വിഴുങ്ങിയതാ. യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്ന സമയത്ത് യേശു കർത്താവ് പറഞ്ഞതാ, ശീമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പക്ഷേ പത്രോസ് ആ കാര്യത്തിൽ അത്രത്തോളം ഗൗരവമായി എടുത്തില്ല എന്ന് പറയാമോ? പത്രോസിനത് മനസ്സിലായില്ലായിരുന്നോ? അറിഞ്ഞുകൂടാ. ഞാൻ ആ ഭാഗവും കൂടെ കാണിച്ചിട്ട് ഇന്നത്തെ ചിന്ത നിർത്താം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യം. പത്രോസിനോട് കർത്താവ് പറയുകയാണ്, പിശാച് നിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞ്? 33-ാം വാക്യം. എന്താ അതിൻ്റെ അർത്ഥം? യേശു പറഞ്ഞ പത്രോസിന് മനസ്സിലായില്ലെന്ന് അതിൻ്റെ അർത്ഥം. യേശു പറഞ്ഞത് പത്രോസിന് മനസ്സിലായില്ല. യേശു പറഞ്ഞത് എന്നതാ? നീ ഇച്ചിരൂടെ പ്രാർത്ഥിക്കണമെന്നല്ലേ എൻ്റെ അർത്ഥം. നീ ഇച്ചിരി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി പറയുക, എന്നെ എങ്ങും തൊടാനൊന്നും പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക? രക്തസാക്ഷിയാകാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനിരിക്കുക. കർത്താവ് പറഞ്ഞ് മരിക്കുകയൊന്നും വേണ്ട, തള്ളി പറയാതിരുന്നാൽ മതിയായിരുന്നു. സ്തോത്രം. പാവം, വളരെ സിൻസിയറായി മനുഷ്യൻ. ഈ അനുഭവം പിന്നീട് പുള്ളി ലേഖനത്തിലങ്ങ് എഴുതുക. ഈ പത്രോസിൻ്റെ ജീവിതവും പത്രോസിൻ്റെ ലേഖനവും എന്നും പറഞ്ഞ് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ CD നിങ്ങൾക്ക് എവിടെയെങ്കിലും ലഭിക്കും. ഈ പത്രോസിൻ്റെ ലേഖനത്തിലെ ഓരോ വാക്കും സുവിശേഷങ്ങളിലെ ഓരോ സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ്, അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 പത്രോസ് 5:8 നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ഞാനിത് അനുഭവിച്ചതാണ് മക്കളെ. എന്നാൽ അന്നിത് പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. ഞാൻ അനുഭവിച്ചിട്ട് തിരിച്ചു വന്നതാണ്. നിങ്ങൾക്ക് ആ ഗതി വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങൾ ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞ് പത്രോസ് ഇവരെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ സാത്താന്യ തന്ത്രങ്ങളെ കുറിച്ച് ഒരു ഉൾബോധമുള്ളവരായി അതിനോട് എതിർത്ത് നിൽക്കുവാൻ വിശ്വാസികൾ കരുത്ത് നേടണം. ഇല്ല എങ്കിൽ
വിഴുങ്ങാൻ വേണ്ടി നടക്കുന്നവൻ വിഴുങ്ങുക തന്നെ ചെയ്യും. പലവിധത്തിലും ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും തകർക്കുന്ന സാത്താന്യ തന്ത്രങ്ങൾ നമ്മുടെ ഇടയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കിന്ന് രാത്രി അതിനെതിരെ ശക്തിയോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട്. സാത്താന്യമായ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെയും നമ്മുടെ തലമുറകളെയും വിഴുങ്ങിക്കളയുവാൻ ശ്രമിക്കുന്ന സാത്താന്യ തന്ത്രങ്ങളെ, ശക്തികളെ വിവേചിച്ചറിഞ്ഞ് അതിനെതിരെ സ്ഥിരതയോടെ നിന്ന് എതിർത്ത് അതിനെ തോൽപ്പിച്ച് അവൻ ഓടുന്ന കാഴ്ച ഈ ദിനങ്ങളിൽ നമുക്ക് കാണണം. ഞാൻ വിട്ടുകൊടുക്കയില്ലെന്ന് പറ. എൻ്റെ മക്കളെ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ സഭയെ, എൻ്റെ പ്രിയപ്പെട്ടവരെ പിശാച് വിഴുങ്ങാൻ ഞാൻ വിട്ടുകൊടുക്കയില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് സാത്താനവനെ ഇട്ടിട്ട് ഓടുന്നത് ഈ ദിവസങ്ങളിൽ കണ്ണുകൊണ്ട് കാണണം. ആത്മകണ്ണുകൊണ്ട് കാണണം. ആത്മകണ്ണുകൊണ്ട് കാണണം. ഈ ദേശത്ത് വ്യാപരിക്കുന്ന വാഴ്ചകളെ, അധികാരങ്ങളുടെ മേൽ ജയമെടുക്കുന്ന ദിനങ്ങളായി തീരണം. ദൈവജനം ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കണം. ആത്മാവിൽ ഉണർവുള്ളവരായി പ്രാർത്ഥിക്കണം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇന്ന് ഈ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത്ര ഗ്രാഹ്യമില്ല സാത്താൻ എങ്ങനെയുള്ളവനാണെന്നും എന്തൊക്കെ ചെയ്യുമെന്നും അറിഞ്ഞുകൂടാ. എന്നാൽ വചനത്തിലൂടെ ഞങ്ങൾ കണ്ടു അവൻ തന്ത്രശാലിയാണ്. അവൻ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുകയാണ്. എന്നാൽ ഞങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി യേശുവിൻ്റെ നാമത്തിൽ അവനോട് എതിർത്ത് നിന്നാൽ അവൻ ഓടുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ സാത്താനോട് ഞങ്ങൾ എതിർത്ത് നിൽക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സാത്താനോട് ഞങ്ങൾ എതിർത്ത് നിൽക്കുന്നു. ദുഷ്ടപിശാചേ, ഈ കുടുംബങ്ങളുടെ മേൽ, ഈ സഭയുടെ മേൽ, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെ മേലുള്ള നിന്റെ പോരുകളെ അവസാനിപ്പിച്ച് മാറിപ്പോകുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നമുക്ക് ചില മിനിറ്റുകളും കൂടെ നിൽക്കാൻ സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ഭാഗത്തേക്ക് പോകാം. വചനം വഴിയരികിൽ വീണു. വാക്യം 4. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് വളരെ മനോഹരമാണ്. വഴിയരിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിയരിക് എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്ത, മതിൽക്കെട്ടില്ലാത്ത സ്ഥലം. ഒരാൾ നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് വന്നാൽ എന്തിനാ അവിടെ വന്നെന്ന് ചോദിക്കാം. ഒരാൾ വഴി നിന്നാൽ എന്തിനാ നീതെന്ന് ചോദിക്കാനൊക്കെയില്ല. അപ്പോൾ ആർക്കും ചോദിക്കാനും പറയാനും ഇല്ലാത്ത വിധം നിയന്ത്രണത്തിലില്ലാത്ത ഹൃദയങ്ങളെയാണത് കാണിക്കുന്നത്. വഴിയരികിൽ വീണ വിത്ത് എന്ന് പറഞ്ഞാൽ അച്ചടക്കമില്ലാത്ത ജീവിതം. വഴിയരിക്, പാടത്ത് വിതച്ച വിത്ത് വഴിയരികിൽ വീണു എന്ന് പറയുമ്പോൾ അത് കോൺക്രീറ്റ് റോഡല്ല. പാടത്ത് തന്നെയുള്ള ചെറിയ വഴിയാണ്. ആ വഴി പ്ലാൻഡ് റോഡൊന്നും അല്ല, നടന്നു പതിഞ്ഞ റോഡാണ്. അത് രണ്ടാമത്തെ സന്ദേശം, രണ്ടാമത്തെ ആശയം. ഒന്ന്, നിയന്ത്രണമില്ലാത്ത മനസ്സ്. 2, പരിചയങ്ങൾ, നടന്നു പതിഞ്ഞ റോഡാണത്. പരിചയങ്ങൾ, പാരമ്പര്യങ്ങൾ, അനുഭവങ്ങൾ, അവിടെ വചനം മുളയ്ക്കത്തില്ല. വിശദീകരിക്കാം. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില സാധനങ്ങളുണ്ട്, മൈൻഡ് സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ മുകളിലോട്ട് വചനത്തിൻ്റെ ചിന്ത വന്നാൽ തട്ടിക്കളയും.
തട്ടിക്കളയും. അത് ദുഷ്ടൻ പെറുക്കിക്കൊണ്ട് പോകും. അപ്പം നമ്മുടെ ബോധ്യങ്ങളെ മാറ്റണം. ഇതാണ് യഹൂദന്മാർക്ക് വന്ന ബുദ്ധിമുട്ട്. പരിച്ഛേദന എന്ന ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് പോണില്ല. അതുകൊണ്ട് വിശ്വാസി വന്നിട്ടും പരിച്ഛേദന കൂടെ ഏൽക്കണമെന്ന് അവർ പറയുക. അതെവിടുന്ന് കിട്ടി? അവരുടെ മനസ്സിനകത്ത് കിടക്കുന്നത്. ഇതുപോലെ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ കുറേ സാധനങ്ങളുണ്ട്, മൈൻഡ് സെറ്റപ്പ് ഉണ്ട്. അത് വീട്ടിൽ നിന്ന് കിട്ടിയതും നാട്ടിൽ നിന്ന് കിട്ടിയതൊക്കെയാണ്. അത് കയറി അങ്ങ് ഉറച്ചു കിടക്കുക. അവിടെ വീഴുന്ന വചനം കിളിർക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാൻ. ശിശുക്കളുടെ മനസ്സിനകത്തൊന്നുമില്ല. അവരുടെ മെമ്മറി കാർഡ് മുഴുവൻ കാലിയാണ്. ഇപ്പോൾ പറയുന്ന മുഴുവൻ അവർക്ക് കേൾക്കാൻ പറ്റും. നമ്മുടേതെന്ന് പറഞ്ഞാൽ മിക്കവാറും തീരാറായി. ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണിക്കുകയല്ലേ മെമ്മറി ഫുൾ. അപ്പോൾ അതിനെന്നാ പണിയെന്ന് ഓർത്ത് ഞാനിങ്ങനെ പിള്ളേരെ കാണിച്ചു, മക്കളെ ഇനി ഇതിനെന്നാ ചെയ്യേണ്ട, എനിക്ക് വലിയ പിടിയില്ല ഇതിനെക്കുറിച്ച്. പിള്ളേർ ഇതിൻ്റെ എല്ലാം എക്സ്പെർട്ടായി. കൊച്ചു പിള്ളേരെ ചോദിച്ചാൽ മതി, എല്ലാം പറഞ്ഞുതരും. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യാം, പക്ഷേ അതിന് പണിയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതിനെ പണി? അതിന് 2-3 ഓപ്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇത്ര ഇല്ലായിരുന്നല്ലോ. അതങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒരു പാഠമാണ്. ഇതിനകത്തോട്ട് വല്ലതും വന്ന് കയറി നമ്മളോട് ചോദിച്ചാൽ ഇനി പോന്നിരിക്കുക. പക്ഷെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ആർ യു ഷുവർ എന്നാ ചോദിക്കുക. ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചോ? ഇന്ന് രാത്രി അതാ ചോദ്യം, ആർ യു ഷുവർ? അപ്പോൾ അടുത്ത് ഷുവർ എന്ന് പറയുമ്പോൾ അടുത്ത് ചോദിക്കുക പുതിയത് കളയണോ പഴയത് കളയണോ? കണ്ടോ അപ്പോഴും നമ്മുടെ ചോദ്യം ഇത്രയൊന്നും ചോദിച്ചേച്ചല്ലല്ലോ ഇത് ഇങ്ങോട്ട് വന്നത്. അപ്പം പുതിയത് കളയണോ പഴയത് കളയണോ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒന്ന് കളയാതെ സ്ഥലമില്ല. പഴയത് കളയുന്നില്ലെങ്കിൽ പുതിയത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് വെക്കോളൂ. സ്വത്രം. നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ചിന്തകൾ, സങ്കല്പങ്ങൾ, ആശയങ്ങൾ, ധാരണകൾ, പാരമ്പര്യങ്ങൾ, അവയുടെ മുകളിലേക്ക് ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കുകയില്ല. അതാണ് വഴിയരിക് എന്ന് പറയുന്നതിൻ്റെ ഒരാശയം. അതുകൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുക. കർത്താവ് ഒരു കുഞ്ഞിനെ എടുത്ത് നിർത്തി. കുഞ്ഞുങ്ങളാണ് രക്ഷിക്കപ്പെടാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനം മിഷണറിമാർ ആരംഭിച്ചത്. അവർക്കൊരു തീരുമാനമെടുക്കാൻ എളുപ്പമാണ്. പ്രായം കൂടുന്തോറും പുതിയൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പഴയതെല്ലാം അതുപോലെ അകത്തിരിക്കുമ്പോൾ പെട്ടെന്നൊരു പുതിയൊരു കാര്യം സ്വീകരിച്ച് അതിലേക്ക് മനസ്സ് മാറ്റിയെടുക്കാൻ പാടാണ്. അല്ലെ ദൈവം വല്ല അത്ഭുതം ചെയ്യണം. നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെയാകുക. വഴിയരിക് എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ ആശയമാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ ആശയം അത് തറഞ്ഞ സ്ഥലമാണ്. തറഞ്ഞ സ്ഥലമാണ്. പ്രവചന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ തരിശ് നിലങ്ങളെ ഉഴുവീൻ. ഒരു തകർച്ചയുണ്ടെങ്കിൽ വചനം വേഗം അകത്തേക്ക് ഇറങ്ങും, പിശാചെടുക്കത്തില്ല. ഈ തറഞ്ഞ സ്ഥലം പൊട്ടിക്കുമ്പോൾ ആയുധം പ്രയോഗിക്കണം. ഇച്ചിരി ബലത്തിൽ പിടിച്ചാലേ അത് പൊളിയത്തുള്ളൂ. ചില വേദനകളും ചില തകർച്ചകളും ജീവിതത്തിൽ വന്നപ്പോഴല്ലേ വചനം മുളച്ചത്. ഓർത്ത് നോക്കി. നമ്മൾ ആയുസ് ചിന്തിക്കാത്ത വഴിക്ക് വചനം കയറി വന്നത് എപ്പോഴാ? ജീവിതത്തിലൊരു പെയിൻ വന്നപ്പോഴല്ലേ. സ്തോത്രം. അല്ലെങ്കിൽ ഒരു പൊത്തുവരുത്ത വിശ്വാസിയായിട്ട് അങ്ങ് പോയേന്. ഇന്ന് രാത്രിയിലും പുതിയൊരു തകർച്ച ദൈവം തന്നാൽ, വചനത്തിൻ്റെ മുമ്പിൽ ഒരു തകർച്ച നമുക്കുണ്ടായാൽ
പുതിയൊരു വെളിപ്പാടിലേക്ക് അത് നമ്മെ നയിക്കും. സ്തോത്രം. വഴിയരികെ വീണ വിത്ത്, ഈ ചിന്തയാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ചത്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും നീതി, ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം, അവന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഞാൻ ദൈവദാസന്മാരെ യോഗമേൽപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു നിമിഷം കൂടെ പാടാം. എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട്